my dear friends and leaders, first of all, I would like to express my sincere thanks to Honorable Prime Minister Narendra Modi and BJP state and the central team for giving me an opportunity to serve as the mayor in the city in the coming years. Dear Modi, during the election campaigning, our slogan was Vikasit Bharata. The developmental activities which is going on in our country for the last 11 years, under your effective and able leadership motivated us to raise the slogans, and the people of Trivandrum totally accepted, and this is behind the reason for this glorious victory. I would like to mention you an important thing that during the election campaigning from various parts, especially from our media friends, repeatedly asked not to the leaders, to the workers also, is it possible to be here Narendra Modi within 45 days after the poll? I am very proudly say that, media friends, here is our Prime Minister, Honorable Narendra Modi, is to bless this city. Modi ji, your 3-time tweets and your letter addressing Trivandrum and Kerala, and mentioning Trivandrum's names, especially in Calcutta and Assam programs, and your presence here, it motivated us to implement the slogans raised by us during the election campaigning. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തിന്റെ സാധ്യതകളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു രൂപരേഖ, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം സമർപ്പിക്കുമെന്ന്. ഞാൻ പറയുന്നു, വെറും 26 ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണിത്. ഞങ്ങൾക്കൊരു 10 ദിവസം വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളിലായിരുന്നു. അതിനുശേഷം ലഭ്യമായ 15 ദിവസങ്ങൾ കൊണ്ട്, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത അന്നേ ദിവസം രാത്രി മുതൽ രാജീവ് ചന്ദ്രശേഖരജിയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന്, തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ എങ്ങനെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ചയും ചിന്തയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസം കൊണ്ട് ഭരണസമിതിക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു രൂപരേഖ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പൂർണ്ണമല്ല. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരജി നിർദ്ദേശിച്ചതനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം 2030 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 3 പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല, യാതൊരു സംശയവും വേണ്ട. 2030 ആകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീമിന്റെയും പിന്തുണ, BJP സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഞങ്ങൾ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ കൌൺസിൽ യോഗം നടന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ സംസാരിക്കുന്നത് BJP പിന്തുണയുള്ള 51 പേർക്ക് വേണ്ടി മാത്രമല്ല. Dear Modi ji, I would like to mention you one more thing, that I am speaking for the 101 councillors, entire team in Trivandrum Municipal Corporation, because the discussion which happened in the previous council, totally they are anxiously waiting to your visit in Trivandrum. എല്ലാ കൌൺസിലർമാരും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ സഹായിക്കുമെന്ന കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സുദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ച വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കൽ കൂടി അവരോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.